അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അഭിജിത് ബാനർജി ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വേണ്ടി വരുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു 1 ഇയർ കോൺട്രാക്റ്റില് മിടുക്കരെ, അതായത് ഏതൊക്കെ എഫിഷ്യൻസി ആണോ വേണ്ടത് അപ്പോയിന്റ് ചെയ്യുക, കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുക 1 വർഷത്തേക്ക്. 1 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെർമനൻസി കൊടുക്കേണ്ടി വരും. അപ്പൊ 1 വർഷത്തേക്ക് കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അവരെ കൊണ്ട് അതിനകത്തുള്ള, അതായത് ഗവൺമെന്റ് സ്റ്റാഫിനെ കാര്യക്ഷമതയുള്ളവരാക്കി, ആ ടെക്നോളജിക്ക് ഉള്ളവരാക്കി മാറ്റിയതിനു ശേഷം അവരെ പറഞ്ഞയക്കുക. അവരെ 1 വർഷത്തേക്ക് ആണല്ലോ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പൊ കാര്യക്ഷമത പിന്നെ വർദ്ധിക്കും. ഇപ്പോ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ വകുപ്പിലും ആവശ്യം പോലെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്, ഡിജിറ്റൽ എന്ന് പേരുമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കൂത്തിയായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. ആ അവസ്ഥ മാറണം. അങ്ങനെ കാര്യക്ഷമത കൈവരിച്ചു കഴിഞ്ഞാൽ 5 ദിവസം ധാരാളമാണ് ഒരു ഗവൺമെന്റിന്റെ കാര്യക്ഷമത പൂർണ്ണമായിട്ടും നേടിയെടുക്കാനായിട്ട്. അപ്പൊ ആ കാര്യക്ഷമത എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.